ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് പ്രോസസ്സ് എന്താണ്, അതേപോലെ പ്രോസസ്സ് സ്റ്റേറ്റ്സ് പഠിച്ചു, അതേപോലെ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് പഠിച്ചു, PCB. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓപ്പറേഷൻസ് ഓൺ പ്രോസസ്സാണ്. അപ്പോൾ ഒരു ഓപ്പറേഷൻ ആകുമ്പോൾ അതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്രോസസ്സ് ക്രിയേഷനും ഒന്ന് പ്രോസസ്സ് ടെർമിനേഷനുമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വൺ പ്രോസസ്സ് ക്രിയേഷൻ എന്താണെന്ന് നോക്കാം. പ്രോസസ്സ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. അതൊരു പുതിയ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ടാസ്ക്കാണ് പ്രോസസ്സ് ക്രിയേഷൻ എന്ന് വെച്ചാൽ. ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും അത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രോസസ്സ് നമ്മുടെ സിസ്റ്റത്തിന് അറിയണം ഇങ്ങനെ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിനൊരു സിസ്റ്റം കോൾ ചെയ്യും. അതായത് ഒരു ഫങ്ഷൻ യൂസ് ചെയ്തിട്ട്, ഫോർക്ക് എന്ന ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾ ചെയ്യും. അപ്പോൾ അതാണ് പ്രോസസ്സ് ക്രിയേഷനിൽ നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പുതിയ സിസ്റ്റത്തിൻ്റെ അകത്തൊരു പ്രോസസ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുക പാരൻറ്റ് പ്രോസസ്സ് എന്ന്. അതേപോലെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ വേറൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തതെന്ന് വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ചൈൽഡ് പ്രോസസ്സ് എന്ന് പറയുക. പിന്നെ അടുത്തത് പ്രോസസ്സ് ടെർമിനേഷനാണ്. അതായത് പ്രോസസ്സ് ടെർമിനേഷൻ എന്ന് വെച്ചാൽ എന്താ, അതായത് ഒരു ഓപ്പറേഷനാണ്. ഇതേപോലെ നമ്മളൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്താൽ നമുക്കൊരു ടെർമിനേഷൻ ആവശ്യമാണല്ലോ അല്ലേ. അതായത് ഇപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രോസസ്സിന് ഒരു എൻഡ് ഉണ്ടാവണം. അപ്പോൾ അതിനെയാണ് പ്രോസസ്സ് ടെർമിനേഷൻ എന്ന് പറയുക. അതായത് ഈ പ്രോസസ്സിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ, അതായത് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ അത് നമുക്ക് എന്തായാലും ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് ടെർമിനേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ എൻഡ് ഓഫ് പ്രോസസ്സ് എന്ന് പറയാം. നമുക്ക് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് ടെർമിനേറ്റ് ചെയ്യണം, അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരണം. ആ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് പുറത്തേക്ക് വരണം, അതിൻ്റെ അകത്ത് നമ്മൾ എക്സിറ്റ് ആവണം. അപ്പോൾ അതിനെയാണ് പ്രോസസ്സ് ടെർമിനേഷൻ എന്ന് പറയാം. പിന്നെ അടുത്തത് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമുക്കറിയാം ക്ലയൻറ്റും സെർവറും 2 പാർട്ടീസാണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് വേണ്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ആണ് ക്ലയൻറ്റും സെർവറും. അതായത് ഇപ്പോൾ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് സെർവറിന്, അപ്പോൾ സെർവർ അത് റെസ്പോണ്ട് ചെയ്യും. അതാണ് നടക്കുന്നത് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ. അതായത് ഇപ്പോൾ ഒരുപാട് ക്ലയൻറ്റ്സ് ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ് ഉണ്ടാവും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അകത്തല്ലേ. ഒരു സിംഗിൾ സെർവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സെർവർ ക്ലയൻറ്റിൻ്റെ എല്ലാ റിക്വസ്റ്റിനും റെസ്പോണ്ട് ചെയ്യണം, സെർവറിൻ്റെ അകത്തുനിന്ന് റെസ്പോണ്ട് ചെയ്യണം. അതേപോലെ തന്നെ സെർവർ തിരിച്ച് റെസ്പോണ്ടും ചെയ്യും ക്ലയൻറ്റ് റിക്വസ്റ്റിൻ്റെ അകത്ത്. അപ്പോൾ അതാണ് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നടക്കുന്നത്. പിന്നെ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് 3 മെയിൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വണ്ണ് സോക്കറ്റാണ്. സോക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം, അതൊരു എൻഡ് പോയിൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. നമുക്കൊരു നെറ്റ്വർക്കിൻ്റെ അകത്തുനിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സോക്കറ്റ്. അപ്പോൾ സോക്കറ്റ് ഒരു കോമ്പിനേഷനാണ്, IP അഡ്രസ്സിൻ്റെയും പോർട്ട് നമ്പറിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ അതൊരു ബൈ ഡയറക്ഷണൽ നെറ്റ്വർക്കാണ്. അതായത് 2 ഡയറക്ഷനിലും നമുക്ക് ആക്സസ് ചെയ്യാം, അതാണ് സോക്കറ്റ്. പിന്നെ അടുത്തത് റിമോട്ട് പ്രൊസീജിയർ കോൾസ് ആണ്. റിമോട്ട് പ്രൊസീജിയർ കോൾസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് RPC എന്ന് പറയാം. അപ്പോൾ ഈ റിമോട്ട് പ്രൊസീജിയർ കോളിൻ്റെ അകത്ത് നമ്മൾ പ്രൊസീജിയർ കോളിൻ്റെയും അതേപോലെ തന്നെ പ്രോസസ്സിൻ്റെയും ഒരു അബ്സ്ട്രാക്റ്റ് ആണ് എടുക്കുന്നത്. നെറ്റ്വർക്ക് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള പ്രോസസ്സും അതേപോലെ തന്നെ പ്രൊസീജിയർ കോൾസിൻ്റെയും എക്സ്ട്രാക്റ്റ് എടുക്കും. അപ്പോൾ അതിനെയാണ് റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയാം. പിന്നെ അടുത്തത്
നമുക്ക് നോക്കാനുള്ളത് പൈപ്പാണ്. അപ്പോൾ പൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ഒരു പൈപ്പാണെങ്കിൽ നമുക്ക് 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ എൻഡ് പോയിൻ്റ് 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് 2 പോയിൻറ്റ്സ് എന്തിനാണ്? നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനും തിരിച്ച് നമുക്കൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കൺസ്യൂം ചെയ്യാനുമാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ആലോചിക്കാം പൈപ്പ് എന്തിനാണ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ മൈൻഡിൽ വരും പൈപ്പ് 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ആലോചിച്ചെടുക്കാം. പൈപ്പിനെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മൈൻഡ് പെട്ടെന്ന് വരിക അതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഒരു ഡാറ്റ നമ്മൾ ഒരെൻഡിൽ നിന്ന് നമ്മളൊരു പ്രോസസ്സായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് മറ്റേ എൻഡിൽ കൂടെ അതൊരു വേറൊരു പ്രോസസ്സായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ പൈപ്പ് എന്ന് പറയാം. അപ്പോൾ പൈപ്പിൻ്റെ അകത്ത് കോമൺ ആയിട്ട് 2 ടൈപ്പ് ഓഫ് പൈപ്പ്സ് ഉണ്ട്. ഒന്ന് ഓർഡിനറി പൈപ്പും പിന്നെ ഒന്ന് നെയിംഡ് പൈപ്പ്സുമാണ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ത്രെഡാണ്. ത്രെഡ് എന്ന് വെച്ചാൽ എന്താണ്? ത്രെഡ് ഇപ്പോൾ നമുക്കറിയാം, ത്രെഡ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോസസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രോസസ് കോഡും അതിൻ്റെ പ്രോഗ്രാം കൗണ്ടറും നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് നമ്മൾ PCBയിൽ പഠിച്ചു പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചു പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാക്ക് കീപ്പ് ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. അതായത് ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ടാവുമല്ലോ, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അല്ലെങ്കിൽ അതിന് സീക്വൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറാണ്. അതായത് ഇപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രോഗ്രാം കൗണ്ടറാണ്. അപ്പോൾ നമ്മൾ ഒരു ത്രെഡിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ കൺട്രോൾ ഉണ്ട്. അതായത് ഇപ്പോൾ ഓരോ ത്രെഡും ഫോളോ ചെയ്യുന്നത് ഓരോ ഡിഫറെൻറ്റ് വേ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം അതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോ ഓഫ് കൺട്രോൾ തന്നെ ഉണ്ട്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൺകറൻസിയാണ്. കൺകറൻസി അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ടേം കൺകറൻ്റ്ലി എന്നൊക്കെ. അപ്പോൾ കൺകറൻ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്? കൺകറൻ്റ്ലി എന്ന് വെച്ചാൽ സൈമിൾട്ടേനിയസ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അധികം സമയം എടുക്കാതെ പെട്ടെന്ന് നടന്നു പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺകറൻ്റ്ലി എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് കൺകറൻസി. അതായത് ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അത് തന്നെ നമുക്ക് എടുക്കുമ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അല്ലേ? ഒരു സീക്വൻസ് ആയിട്ട് നമുക്ക് അറ്റ് സെയിം ടൈമിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺകറൻസി എന്ന് പറയും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരുപാട് മൾട്ടിപ്പിൾ പ്രോസസ്സ് ഓഫ് ത്രെഡ്സ് ഉണ്ടാവും. അപ്പം ത്രെഡ്സിനെ ഒരുപാട് പ്രോസസ്സ് ഓഫ് ത്രെഡ്സ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ത്രെഡ്സ് ഉണ്ടാവും. അത് പാരലായിട്ട് റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺകറൻസി എന്ന് പറയാം. ഓക്കെ.